ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായി ദൈവനെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബഹ്റിൽ നിന്നും എസ് എബ്രഹാമാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തനിക്ക് ആ ദേശത്തിൽ സമാധാനപരമായി ജോലി ചെയ്ത് കുടുംബമായി സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനുള്ള വലിയൊരു വഴി സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വാതിൽ തനിക്ക് വേണ്ടി ദൈവം തുറക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തെ ദൈവം ആ ദേശത്തിൽ മാനിക്കേണ്ടതിനായി എല്ലാവരും ഈ സമയത്ത് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. വലിയൊരു ദൈവപ്രവൃത്തി ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ആർക്കും കടക്കാരനല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം, പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് എബ്രഹാമിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ദേശത്തിലങ്ങ് മാനിക്കണമേ അപ്പ. അത്ഭുതകരമായ ഒരു വിടുതൽ അങ്ങ് അയക്കണം. നിലനിൽക്കുന്ന ഒരു ജോലിയുടെ വാതിൽ അങ്ങ് ഇപ്പോൾ തുറന്നു കൊടുക്കുന്നതിനായി നന്ദി. കർത്താവേ, എന്നെ മാനിക്കുന്നതിന് ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ ദൈവവചനത്തിൻ്റെ ശക്തി ഇപ്പോൾ അങ്ങയുടെ മകൻ്റെ മേളിലേക്ക് റിലീസാകണമേ അപ്പ. നിലനിൽക്കുന്ന വഴി അങ്ങാണ് തുറക്കുന്നത്. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ആ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ അങ്ങയുടെ മകൻ്റെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ്റെ വിലയുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എന്നെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നു. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുമെന്നും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ ആഴമൊന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ദൈവവചനത്തിനകത്ത് നിലനിൽക്കുന്ന 1-ാം സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയും ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നെ കേൾക്കുന്നവരെ, ദൈവവചനത്തിനകത്ത് ഒരാൾ നിലനിന്നാൽ അവൻ്റെ മുമ്പിൽ സീസണുകൾ മാറിപ്പോവുകയാണ്. അവൻ എല്ലാ കാലത്തും ഫലം കായ്ക്കുന്നത് പോലെ, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നത് പോലെ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ഒരു തീരുമാനത്തോടെ, കർത്താവെ, അങ്ങയുടെ വചനത്തിനകത്തൊന്ന് നിലനിൽക്കുവാൻ, അങ്ങയുടെ വചനത്തിനകത്ത് പൂർണ്ണമായി ആശ്രയിക്കുവാനായിട്ട്, അങ്ങയുടെ വചനത്തിനകത്ത് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ, ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ഞാനത് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വചനത്തിനകത്ത് നിലനിന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. നമ്മുടെ സീസണുകൾ മാറും. നമുക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ തുറക്കും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ, എൻ്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 8-ാമത്തെ വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവർത്തികൾ സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അപ്പോൾ ഈ 2 വാക്യങ്ങൾ ആഴമായി പഠിക്കുകയും ഈ 2 വാക്യങ്ങൾ ആഴമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു കാര്യം ഉറപ്പാണ്: ഈ വചനത്തിൽ നിലനിൽക്കാമെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കും, നീ ചെല്ലുന്നിടത്തെല്ലാം ശുഭമായിരിക്കുമെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിനകത്ത് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആശ്രയിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ആ വചനത്തെ ഞാൻ നിങ്ങളും അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെങ്കിൽ ആരും കൈവയ്ക്കാതെ നിങ്ങൾ സൗഖ്യമാകാൻ പോവുകയാണ്. വചനത്തിൻ്റെ സാധ്യതകൾ ഭയങ്കര വലുതാണ്. അവൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, സദൃശവാക്യം 4-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവിയെ ചായ്ക്കുക. 21-ാമത്തെ വാക്യം, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. 22-ാമത്തെ വാക്യം, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു.
ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നാമത്തെ ആശയം വചനത്തിന് ചെവി തരിക എന്നുള്ളതാണ്. 2, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുതെന്നുള്ളതാണ്. 3, നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അതിനെ സൂക്ഷിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാണ്. ഈ പ്രാരംഭത്തിൽ തന്നെ ഈ വചനത്തെ എത്രത്തോളം സ്വീകരിക്കാൻ പറ്റുമോ അത്രത്തോളം സൗഖ്യം നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അത്രത്തോളം വിടുതലുകൾ നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വചനത്തിനകത്ത് വിടുതലുണ്ട് പ്രിയരെ, വചനത്തിനകത്ത് അത്ഭുതമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. 18-ാം സങ്കീർത്തനം അതിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. അവൻ്റെ വചനം ഊതിക്കഴിച്ചതാണ്. അവനെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയ തന്നെയാകുന്നു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വഴിയും തികവുള്ളതാണെങ്കിൽ ദൈവവചനം പെർഫെക്റ്റ് ആണ്. 19-ാം അധ്യായം സങ്കീർത്തനം 19-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം കൂടെ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തെ സ്വീകരിച്ചോ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്, അത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കും. ഈ വചനത്തിനകത്തൊന്ന് ആശ്രയിക്കുകയും ഈ വചനത്തിനകത്ത് നിലനിൽക്കുകയും വചനത്തിനകത്ത് ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വഴികൾ തികവുള്ളതായി തീരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നാം ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റിലേക്ക് വരാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് പച്ചവെള്ളത്തിൽ വീഞ്ഞ് ഉളവാക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ബ്യൂട്ടി മാത്രമല്ല അവിടെ വെളിപ്പെടുന്നത്, അവൻ്റെ പെർഫെക്റ്റ്നെസ് അവിടെ കാണാൻ കഴിയും. ഏറ്റവും തികവുള്ളതാക്കി അതിനെ തീർക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം തികവുള്ളതാണ്, ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്ന ഈ പദം സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇതാ 119-ാം സങ്കീർത്തനം അതിൻ്റെ 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ വഴിയില്ലെന്ന് പറയുന്നവർക്ക്, മുമ്പോട്ട് പോകുന്നത് അസാധ്യമെന്ന് പറയുന്നവർക്ക് ഈ വചനം തികവുള്ള വഴികളെ തുറക്കാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ ഈ ആരംഭത്തിൽ തന്നെ വചനത്തിൻ്റെ ആഴമാണ് നിങ്ങളുമായി പങ്കുവെച്ചത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നു മുതൽ ഈ വചന കേൾവിയിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുന്നവർ, വചനത്തിനകത്ത് ഒന്നുകൂടെ ഒന്ന് ജീവിക്കാൻ, ഈ തിരുവെഴുത്തിൽ എനിക്ക് വേണ്ടിയുള്ളതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരൊരുമിച്ച് എൻ്റെ കൂടെ ചേർന്നു. എല്ലാ തിരുവെഴുത്തും ദൈവിക ശാസ്ത്രമെന്നാണ് വ്യക്തമായി വിളിച്ചു പറയുന്നത്. ശാസ്ത്രമെന്ന് പറയുന്നത് ജീവനെ വെളിപ്പെടുത്തുന്നത്. ഇതേപോലെ ഈ വചനം ജീവനും ചൈതന്യമുള്ളതെന്ന് വ്യക്തമായി എബ്രായ ലേഖനക്കാരൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മോട് പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. ഒരു മനുഷ്യൻ മരിച്ചുപോയെന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത് ചോദിച്ചാൽ അവൻ്റെ ശ്വാസം നിൽക്കുമ്പോഴാണ്. എന്നാൽ ഈ വചനത്തിന് നിന്നെ ജീവിപ്പിക്കാൻ കഴിയും. ഈ വചനത്തിന് ദൈവത്തിൻ്റെ ജീവനുണ്ട്. ഈ വചനത്തെ ഇപ്പോൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മുറുകെ പിടിക്കാൻ തയ്യാറായാൽ, ഇന്ന് കേൾക്കുന്ന ഈ വചനം എൻ്റെ ജീവിതത്തിനകത്ത് ചലിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ജീവനാണ് നിൻ്റെ വെളിയിൽ ചലിക്കാൻ തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളാണ് നിൻ്റെ വെളിയിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നത്. ഏത് ചാകറായ ശേഷിപ്പുകളെയും ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ ഓരോ ദൈവമക്കളുടെ വെളിയിലേക്കും വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. കർത്താവേ, അങ്ങയുടെ വചനം എന്നോട് സംസാരിക്കുന്നതിനായി നന്ദി, അങ്ങയുടെ വചനം എന്നെ തൊടുന്നതിനായി നന്ദി. ഒരു വാക്ക് മതിയപ്പ എൻ്റെ ജീവിതം മാറുവാനായിട്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത പത്രോസിൻ്റെ പടകിൽ ഒറ്റ വാക്കിൽ നിറവിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, 4 ദിവസമായി മാറ്റം വെച്ച ലാസറിനെ ഒറ്റ വാക്ക് കൊണ്ട് മടക്കി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, ഇതാ അവൻ്റെ വാക്കിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയുക. ഇതാ ശതാധിപൻ യേശുവിനോട് പറയാണ്, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറയണം, കർത്താവേ, എൻ്റെ സമയം നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എനിക്ക് അത്ഭുതങ്ങൾ നടക്കും, എൻ്റെ ജീവിതത്തിനകത്ത് തിരിവുകൾ വരും. അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിക്കുകയും വാഗൊണ്ട് പറയാൻ പറ്റുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റുകൾ പറയണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 16-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ യഹോവയോട് പറഞ്ഞു, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് വേറൊരു നന്മയുമില്ല. ഇങ്ങനെ ദൈവത്തെ അതിശയിപ്പിക്കുന്ന രീതിയിൽ, ദൈവത്തെ എഴുന്നേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വാക്കുകളെ ചലിപ്പിക്കുമെങ്കിൽ, ഇതാ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ റിലീസാകുകയാണ്. ഈ ദൈവവചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെന്നും ഈ വചനം നിന്റെ ജീവിതത്തിനകത്ത് വാതിലുകൾ തുറക്കുമെന്നും നിങ്ങൾ തിരിച്ചറിയണം. ആ നിലയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ വചനചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. ഈ വചനചിന്ത നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ ബലപ്പെടുത്തിയ, എൻ്റെ ജീവിതത്തിനകത്ത് മഹത്വം ഈ ദിവസങ്ങളിൽ കാര്യങ്ങളെ ചെയ്യുമെന്നുള്ള ആ വലിയ ആഴത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, മോശയോട് പറഞ്ഞ അതേ പദം എന്നോട് ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും,
എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. എന്നെ കേൾക്കുന്നവരെ, ഈ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നുണ്ടെങ്കിൽ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഇന്നത്തെ ചിന്ത ഭയപ്പെടേണ്ട, യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ആ നിലയിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം പ്രാരംഭമായി നമ്മളൊന്ന് വായിക്കുകയാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇതാ സങ്കീർത്തനക്കാരൻ പറയാണ്, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നല്ലോ. എന്നെ കേൾക്കുന്നവർ, ഒറിജിനൽ ട്രാൻസ്ലേഷൻ പറയുന്നത് മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ് എൻ്റെ കൂടെ നിൽക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഈ ലോകത്തിൽ ആരെല്ലാം നിങ്ങളെ മറന്നാലും, ഈ ലോകത്തിൽ ആരെല്ലാം നിങ്ങളെ തള്ളിയാലും, യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയാണ് ജയം സംഭവിക്കുന്നത്, അവിടെയാണ് ഉയർച്ച സംഭവിക്കുന്നത്. ഇന്ന് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവം കൂടെ ഇല്ലെങ്കിൽ നിങ്ങളാണ് ശൂന്യത അനുഭവിക്കാൻ പോകുന്നത്, നിങ്ങളാണ് പരാജയപ്പെടാൻ പോകുന്നത്. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പൗലോസ് പറഞ്ഞ അതേ പദം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവത്തിൻ്റെ അനുകൂലതയെ നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടത്തില്ലെന്നുള്ള വലിയ ആ തലം ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ചിലവരെ അടുക്കലേക്ക് വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, മോശയോട് വലിയവനായ ദൈവം വിളിച്ചു പറയുകയാണ്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരാൻ പോവുകയാണ്, എൻ്റെ സാന്നിധ്യമാണ് നിനക്ക് സ്വസ്ഥത നൽകാൻ പോകുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഈ ലോകത്തിൽ ഇനി എത്ര കോടി രൂപ കയ്യിലുണ്ടെങ്കിലും, ജീവിതത്തിനകത്ത് എല്ലാം ഉണ്ടെങ്കിലും, സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാത്തൊരു അനുഭവമാണെങ്കിൽ, ജീവിതത്തെ ഓർത്ത് ഭയപ്പെടുന്ന അനുഭവമാണെങ്കിൽ ആ ജീവിതം സക്സസ് അല്ല. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ജീവിതത്തിനകത്ത് ഒന്നുമില്ലെങ്കിലും ദൈവം കൂടുള്ള ഒരു അനുഭവം, ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, സങ്കീർത്തനം 16-ാം അധ്യായം വ്യക്തമായി വിളിച്ചു പറയുന്നു, നിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഇൻ യുവർ പ്രസൻസ് ഇൻ ദ ഫുൾനെസ് ഓഫ് ജോയ്. ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമെങ്കിൽ സാന്നിധ്യത്തിനകത്ത് ഫുൾനെസ് ഉണ്ട്, സാന്നിധ്യത്തിനകത്ത് വലിയ സമാധാനമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിനായി, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുന്നു എന്നുള്ള ആ ആഴത്തിനകത്ത് നിന്നുകൊണ്ട് എന്നോട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ. ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന, ദൈവ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്ന ഒരു മഹത്വത്തിൻ്റെ തലം നമ്മളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയരെ, നമ്മൾ വായിച്ചു കേട്ട വാക്യം, സങ്കീർത്തനക്കാരൻ പറയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്നവരെ, ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ ഭയം വേണ്ട. എൻ്റെയും നിങ്ങളുടെ പടക് മുങ്ങിപ്പോകുന്നോ, എൻ്റെയും നിങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്നൊക്കെ തോന്നുന്നിടത്തുനിന്ന് ഇതാ ദൈവ സാന്നിധ്യം നമ്മെ മുമ്പോട്ട് നടത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ അളവിൽ തന്നെ നിന്നുകൊണ്ട് ആരോടൊക്കെ ആത്മാവിൽ വ്യക്തമായി ദൂത് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആ ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ദൈവ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, അത് ആ സങ്കീർത്തനക്കാരൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുകയാണ്. നമുക്ക് ആ വാക്യത്തിനകത്തോട്ടൊന്ന് വരാം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലമാകുന്നു, ഞാൻ ആരെ പേടിക്കും? എന്നെ കേൾക്കുന്നവരെ, ദൈവം എൻ്റെ വെളിച്ചമാണെന്ന് പറയാൻ, ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരിതാ ഭയത്തെ ജയിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, ഞാൻ നിങ്ങൾ ഭയപ്പെടുന്നതിൻ്റെ 1-ാമത്തെ റീസൺ എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ നിന്നൊരു നമുക്ക് വിരോധമായി തീരുന്നതും, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ എല്ലാ വഴിയും അടഞ്ഞെന്ന് തോന്നുമ്പോൾ നമ്മൾ ഭയപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ദൈവവചനം പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും? അവൻ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ്. ഒന്നുകൂടെ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ പദത്തെ ശ്രദ്ധിക്കണമേ. ഇതാ ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ബലവും ധൈര്യമുള്ളവരായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്റെ കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. വചനത്തിൻ്റെ ആഴം ഈ വാക്യത്തിനകത്തുണ്ട്. ബലവും ധൈര്യവുമായിരിക്കണം, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്റെ കൂടെ പോരുകയാണ്, അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കത്തതുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത്, ഇന്നത്തെ ഈ സന്ദേശത്തിനകത്ത് ഞാൻ ഇതിൻ്റെ ആഴം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഏതവസ്ഥയിലും നമ്മെ കൈവിടാത്ത ഒരു ദൈവം ഉണ്ടെന്നുള്ള ആ തിരിച്ചറിവാണ് നമ്മളെ ബലത്തിലേക്ക് നടത്താൻ പോകുന്നത്, നമ്മളെ
അത്ഭുതത്തിലേക്ക് നടത്താൻ പോകുന്നത്. എൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇസ്രായേൽ മക്കൾ മുഴുവൻ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ഫറവോൻ അവർ തൊട്ടു പുറകിൽ വന്നു നിൽക്കുകയാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാത്ത, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിപ്പം അറിയാത്ത ജനം പറയുകയാണ്, ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്. പക്ഷേ ദൈവമഹത്വം കണ്ട, ദൈവത്തിൻ്റെ വലിപ്പം കണ്ട മോശ പറയുകയാണ്, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. 2 ടൈപ്പ് ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലെന്നും ഒരിക്കലും കൈവിടത്തില്ലെന്നും ഉറപ്പിക്കുന്ന ഒരു മോശയും, അറിയാം ദൈവം കൂടെ ഇല്ല, എല്ലാം തീർന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ജനത്തെ അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഉറച്ചു പറയണം, ഞാൻ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. അവൻ എന്നെക്കുറിച്ച് വലിയ പദ്ധതിയാണ്, അവൻ എന്നെക്കുറിച്ച് വലിയ ഉദ്ദേശമാണ്. ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല. കാരണം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. ആ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്ന ഈ പദത്തെ ശ്രദ്ധിക്കണമേ. ഞാൻ ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞു, ഈ വാക്യത്തിനകത്ത് നമ്മൾ ദൈവത്തിൽ ഉറയ്ക്കുന്നത് ഒരിക്കലും കൈവിടാത്തതും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെക്കുറിച്ച് അറിയുമ്പോഴാണ്. അതേ നിലയിൽ തന്നെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വലിയ ആഴമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഏഷ്യാവ് 43 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. 2-ാമത്തെ വാക്യം, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ നദികളിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയുമില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ 2 വാക്യത്തിനകത്ത് വലിയ ആഴമാണുള്ളത്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ ഇസ്രായേലിന്റെ ദൈവം നിന്നോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവം എന്നോട് ഭയപ്പെടേണ്ട എന്ന് വ്യക്തമായി എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കരത്തിൽ ഞാൻ സുരക്ഷിതനാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നു മുതൽ അതിനകത്ത് പിന്നെ ഭയം വേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെന്ന് നാം കേട്ട് കഴിഞ്ഞു. അതേ നിലയിൽ 2-ാമത്തെ വാക്യം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം കേട്ടതുപോലെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്നുള്ള ആ വലിയ ഉറപ്പ് നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന അടുത്തൊരു വലിയ ആഴം ഈ 2-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുകയാണ് നമ്മൾ ഒരുമിച്ച്. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നെ കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, 2 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ നദിയിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ 2 തലത്തിൽ ചിന്തിക്കാം. നടന്നു പോകാവുന്ന വെള്ളത്തിൻ്റെ അനുഭവത്തിലാണെങ്കിലും എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഇതാ നദി വലിയ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിപ്പോകുന്ന അനുഭവത്തിലാണെങ്കിലും കർത്താവ് നിന്നോട് പറയുകയാണ്, നിന്നെ അത് തൊടത്തില്ല, നിന്റെ മേലത് കവിയത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, കൈവിടാത്ത, ഉപേക്ഷിക്കാത്തവനായവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത പദം ഒന്നുകൂടെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അടുത്ത പദം, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഒന്ന്, നീ വെള്ളത്തിലൂടെ നടന്നാൽ, ഇസ്രായേൽ മക്കൾ ഇതാ ചെങ്കടലിലൂടെ നടന്നത് നമുക്ക് കാണാം. ഇതാ അടുത്ത പദം പറയുന്നു, ഇസ്രായേൽ മക്കൾ പെട്ടകവും ചുമന്ന് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇതാ യോർദാന്റെ മുമ്പിലേക്ക് വരികയാണ്. നദിയുടെ നടുവിൽ അവർ വരികയാണ്. ഈ 2 മേഖലയിൽ വന്നാലും ഇതിന് 2നും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി ഉറപ്പിക്കുമെങ്കിൽ നിങ്ങൾ തീയിലൂടെ നടന്നാൽ നിങ്ങൾ വെന്തു പോകത്തില്ല. ശദ്രക്, മേശക്, അബ്ദുനോഗരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അവർ തീയിലൂടെ കടന്നുപോയവരാണ്. തീയിൽ അവർ വെന്തുപോയില്ല, അഗ്നിജാലയ്ക്ക് അവരെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ കൂടെ വെളിപ്പെട്ടു വന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിനകത്ത് ഭയപ്പെടാതെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവമഹത്വത്തിൻ്റെ വലിപ്പത്തെ ഒന്ന് മുറുകെ പിടിക്കാൻ ഓരോ ദൈവമക്കളെ ഞാൻ ഹല്ലേലൂയ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ വചനം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ജയിക്കുന്നവരായി തീരണം. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ ഒരാഴം പറയുകയാണ്. ഏഷ്യാവ് 41-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മുടെ കൂടെ വരുന്ന ദൈവത്തെ ഒന്നുകൂടെ അറിയുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും,
ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്നെ കേൾക്കുന്നവരെ, ഭയം ലേശം വേണ്ട. ഈ മരുഭൂ യാത്രയിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ വചനത്തിൻ്റെ ആഴത്തിനകത്ത് നിന്നുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു, ആ നാൾ വരെയും കാപ്പാൻ അവൻ ശക്തനാണ്. നാം ആരെ വിശ്വസിച്ചിറങ്ങിയെന്ന് നാം തിരിച്ചറിയണം. വിശ്വസിച്ചിറങ്ങിയ ദൈവത്തിൻ്റെ പ്രത്യേകത കൈവിടാത്തവനും ഉപേക്ഷിക്കാത്തവനുമാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയ ദൈവദാസ, ഹല്ലേലൂയ. ഞാൻ 40 വർഷം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. ഹല്ലേലൂയ. 2 വർഷം മുമ്പ് നാട്ടിലേക്ക് വന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ ഈ സഭയിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. തകർന്ന അവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടെ 8 മാസം എനിക്ക് പൈസ കിട്ടാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദേവദാസനോട് പറയും, ഹല്ലേലൂയ ദേവദാസനെ ഇങ്ങനെ 8 മാസം പൈസ കിട്ടാനുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുവാൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. അതെല്ലാം ശരിയായി അങ്ങോട്ട് വിളിച്ചു. ഞാൻ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മസ്കറ്റിലേക്ക് കടന്നു പോകും ആ പൈസ മേടിക്കാൻ. ഹല്ലേലൂയ. ഒരാഴ്ച മുമ്പ് ദേവദാസൻ എന്നോട് പറഞ്ഞു, ഈ ദേവദാസന് വിഷം കിട്ടി. ഹല്ലേലൂയ. ഞാൻ ഫ്ലൈറ്റിൽ കയറി പോകുന്നതായിട്ട് ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഫോൺ വന്ന് MD വിളിച്ചു, ബേബി ഇവിടെ വരെ വരണം. ഹല്ലേലൂയ. ഞാൻ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു. പെട്ടെന്ന് വിസ കിട്ടും. ഹല്ലേലൂയ. ഞാൻ കടന്നു പോകും അത് റിസീവ് ചെയ്യാനായിട്ട്. കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ മീറ്റിങ്ങിന് ഒരു അസാധാരണ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ സൈഡിലോട്ട് തിരിയുമ്പം ബേബി ചാൻ്റെ ഫ്ലൈറ്റിലോട്ട് കയറി പോകുന്ന ഒരു കാഴ്ച കണ്ടു. ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞു, അടുത്ത ദിവസം അവിടുത്തെ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് നടക്കാത്ത കേസ് അനുകൂലമായി തന്നെ അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് അതിൻ്റെ MD വിളിച്ചു, വേഗത്തിൽ കയറി വാ, ഉള്ള പൈസ വാങ്ങിക്കാനായിട്ട്. ഒന്ന് വിശ്വസിക്കാൻ. അത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പറയുമ്പം കർത്താവിനോട് പറഞ്ഞ്, ആ പൈസ മാത്രമല്ല മസ്കറ്റിൽ വേറെ ചില ആനുകൂല്യം കൂടെ, ചില ഫേവറുകൾ തൻ്റെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് നന്ദി പറഞ്ഞ് കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 1 വർഷത്തിന് ശേഷമാണ് ഇപ്പം നാട്ടിൽ വന്നേക്കുന്നത്. ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മളിപ്പോൾ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് നമ്മളൊരു വലിയൊരു വഞ്ചനയിൽപ്പെട്ട് നമ്മൾ ഒരുപാട് തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണ്. ഞാനും ഒരുപാട് അച്ഛനും എന്താ പറയുക, ഞങ്ങൾ നല്ല ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ സമയത്തും. അപ്പം നമ്മളിതുപോലെ 3 വർഷം മുമ്പ് വിദേശത്ത് പോകാനായിട്ടൊരു ചാൻസിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു ഏജൻസിയിൽ കുറച്ച് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം നമ്മൾ കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇപ്പോൾ പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല, ഒന്നിനും ഒരു അവസ്ഥയില്ലായിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ എടുക്കാൻ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ട് എൻ്റെ തന്നെ ഒരു അച്ചാച്ചനുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഇപ്പം ന്യൂസിലൻഡിലാണ്, ഇപ്പം ഓസ്ട്രേലിയയിലാണ്. പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി ഉള്ളതെല്ലാം സ്പോൺസർ ചെയ്തു. ദൈവത്തിൻ്റെ ഒരു കൃപ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് ആഫ്രിക്കയിൽ എത്താൻ പറ്റി. എനിക്ക് അവിടെ വളരെ സന്തോഷമാണ്. അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരിടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 20-22 ദിവസമായി. ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അച്ചാച്ചിക്ക് ഭയങ്കര നിർബന്ധം വന്നു, ഉറപ്പായിട്ട് ഇവിടെ വന്ന് കാണണം, ഇവിടെ പോസ്റ്ററെ വന്ന് കാണണം. എൻ്റെ ഈ സൗഖ്യം, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അനുഭവം, ഈ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നഷ്ടം ഉണ്ടായിട്ടും എൻ്റെ കൂടെ ഒന്നാമത് എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പാരൻസ്. ഞാൻ എപ്പോഴും ഏത് സമയത്തും എൻ്റെ പാരൻസിനെ കുറിച്ച് പ്രൗഡാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ധൈര്യം.
ആമേൻ. അവരുള്ളതുകൊണ്ടാണ്, ദൈവവും അവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. ആമേൻ. ഒന്ന് കരം ഒന്ന് അടി. ഇയേഴ്സിന് മുന്നെയാണ് എനിക്ക് ഈ ഷോൾഡർ പെയിൻ വരാൻ തുടങ്ങിയത്. ഞാൻ UK പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്കാനിൽ അവരൊക്കെ എന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ ഡിലേ ചെയ്തു 1 month, പിന്നെ ഓരോ ഇതിന്. അത് കഴിഞ്ഞിട്ട് അവർ സ്കാനിങ്ങിന് വിട്ടു, ക്യാൻസറിൻ്റെ ഇതിന്. അപ്പോൾ അവർ അവിടെ സ്കാനൊന്നും ചെയ്തില്ല, അവർ തിരിച്ചെന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് പേഷ്യൻസിനെ തിരിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കൈ കൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല, എപ്പോഴും പെയിനാണ്, ഉറങ്ങുമ്പോഴൊക്കെ പെയിനാണ്. ഞാൻ അപ്പുറത്തും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കും, ഉറക്കമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പെയിൻ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വന്നു. അപ്പം പാസ്റ്ററിനോട് ഇന്നലെ ഞാൻ പാസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിച്ചു. പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞു, ഇന്ന് നീ സാക്ഷ്യം പറയും, നിനക്ക് സൗഖ്യം കിട്ടും. ഇപ്പോൾ എനിക്ക് ആ പെയിൻ ഇല്ല. പാസ്റ്റർ എന്നോട് ക്ലിയർലി പറഞ്ഞു, ആ ഒരു വെയിൻ നിൻ്റെ എന്തോ ഇത് തടഞ്ഞു കിടക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് പെയിൻ ലെഗിലേക്കും ഹാൻഡിലേക്കും ഹെഡിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ പെയിൻ ഇല്ല, അവിടുന്ന് ഫുള്ളി പോയി. ദൈവത്തിനോട് 1000 നന്ദിയുണ്ട്. താങ്ക്സ് ടു ഗോഡ് ആൻഡ് പ്രാർത്ഥിച്ച പാസ്റ്ററിനും താങ്ക് യു സോ മച്ച്. എന്നെ കേൾക്കുന്നവർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ കടന്നു പോകുന്ന അവസ്ഥകളിൽ ഒറ്റപ്പെട്ടതോ വേദനയോടെയോ രോഗത്തിൻ്റെ അനുഭവത്തിൽ എല്ലാം തീർന്നെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും കൈവിടാത്ത ഉപേക്ഷിക്കാത്തവൻ്റെ കരം ഇപ്പോൾ ഇവരെ തുടരണമേ അപ്പ. അത്ഭുത സൗഖ്യം ഇവരെ വെളിയിൽ വെളിപ്പെടണമേ. അത്ഭുത വഴികൾ ഇവർക്ക് വേണ്ടി തുറക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ചില വിടുതലുകൾ ഇവരെ വെളിയിൽ വെളിപ്പെട്ട് വരട്ടെ. അത്ഭുതങ്ങൾ ഇവർക്ക് വേണ്ടി സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ഇവർക്ക് അനുകൂലമായി എന്ന് പറയാൻ തക്കവണ്ണം ഇപ്പോൾ ഇവരുടെ വെളിയിൽ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവികമായ നന്മകൾ കണ്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് തൃശ്ശൂരിലും എറണാകുളത്തും അതേപോലെ തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ആരാധന നടക്കുകയാണ്. അതേപോലെ കുണ്ട്രയിൽ നിന്ന് ശ്രദ്ധിക്കുന്നതിനുണ്ടെങ്കിൽ ഈ ആരാധനകൾ വിവിധ സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഉയർത്താൻ നിങ്ങൾ കടന്നു വരണം. ഈ ആരാധനകളിലേക്ക് വിളിക്കാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം വലിയ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നടക്കുവാൻ പോകും. അധികത്തിൽ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൊണ്ടൊന്ന് ഓർപ്പിക്കുന്നു, ഈ ദിവസങ്ങളിൽ നേരിട്ട് വിളിക്കുകയും നേരിട്ട് കാണുകയും ചെയ്യുക. വലിയ നന്മകൾ നിങ്ങൾ കാണും. ഗോഡ് ബ്ലസ് യു. ആമേൻ.